ഗായ്സ് എന്നുണ്ടല്ലോ കുറച്ച് ഹാപ്പി ആയിരുന്നു, അതേപോലെ കുറച്ച് ടയേർഡും ആയൊരു ഡേ ആയിരുന്നു കേട്ടോ. നമുക്കിന്ന് രാവിലെ ഒരു ബർത്ത്ഡേ ഹാമ്പറിൻ്റെ സർപ്രൈസ് ഡെലിവറി ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാനുള്ള പ്രഹസനം കേട്ടോ ഈ കാണുന്നത്. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഡെലിവറി ചെയ്യാൻ പോയിട്ടോ. പിന്നെ അവിടെ പോയി അവിടുത്തെ ഉമ്മനെയും ഹാപ്പിയാക്കി, പിന്നെ നമ്മളും ഹാപ്പി ആക്കിയിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഡെലിവറിക്ക് പിന്നെ വേണ്ടത് ഒരു കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ പോയി നമ്മൾ ആദ്യം. പിന്നെ അത് മേടിച്ചിട്ട് അവിടെ നേരെ ടൗണിലേക്ക് വിട്ടു കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറൊരു ഓണം ഹാമ്പറിൻ്റെ ഡെലിവറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേട്ടനും ചേച്ചി വന്നിട്ട് അത് മേടിച്ചിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴേക്ക് ഉച്ചയൊക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ റൈസും ഉരുളക്കിഴങ്ങ് വറുത്തതുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പും പിന്നെ ടൈമും ഇല്ലാത്തതിനാൽ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കി കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ സർപ്രൈസ് ഡെലിവറി ഉണ്ടായിരുന്നു മേഴ്സിയിലായിരുന്നു കേട്ടോ. മേഴ്സിയിലൊരു സിസ്റ്ററിൻ്റെ ഫീസ് ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്ററിൻ്റെ സ്റ്റുഡൻസ് എന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ പഴയ കോളേജ് ഡേയ്സൊക്കെ ഓർമ്മ വന്നു ഗൈസ്. സിസ്റ്റർക്കാണെങ്കിൽ ഭയങ്കര സർപ്രൈസായി, നല്ല ഹാപ്പി ആയിട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ടോ. എന്നിട്ട് പിന്നെ സിസ്റ്ററിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വടയൊക്കെ തന്നിട്ടു. അപ്പം ഞങ്ങളും കൂടുതൽ ഹാപ്പി ആയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴേക്കും നല്ല ടയേർഡ് ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ ഷേക്ക് കുടിക്കാന്ന് പറഞ്ഞിട്ട് കയറി. എല്ലാ പരിപാടിയായി കഴിഞ്ഞപ്പോഴേക്കും നൈറ്റായി ഗൈസ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇതേപോലെ നിങ്ങൾക്ക് വല്ല സർപ്രൈസ് ഡെലിവറിയോ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.